ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ. ക്രിസ്മസൊക്കെ എങ്ങനെയാണ്? അടിച്ചു പൊളിച്ചില്ലേ? അടിച്ചു പൊളിച്ചെന്നൊക്കെ വിചാരിക്കുന്നു. ഞാനിവിടെ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമുണ്ടല്ലോ, തീപ്പെട്ടി. ഇപ്പോൾ എല്ലാവരും ഈ എന്താ പറയുന്നത്, ഈ ഗ്യാസൊക്കെ ഉള്ള കാരണം ലൈറ്റർ എടുത്ത് വെച്ച് രണ്ട് ഞെക്ക് കത്തിക്കുക. തീപ്പെട്ടിയൊക്കെ ഉപയോഗം എല്ലായിടത്തും കുറവാണല്ലോ അല്ലേ? അപ്പം ഞങ്ങളുടെ വീടിനടുത്തുണ്ടായിരുന്നു ഇങ്ങനെ തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ സംഭവമൊക്കെ. അവിടെ ഞാൻ പോയിട്ടുള്ളതാണ്, പണിത് ഇട്ടുമുള്ളതാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിയും കൊള്ളി എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം തൊട്ടേ കൊള്ളി ഉണ്ടാക്കുന്ന സംഭവമൊന്നും അവിടെ ഇല്ലായിരുന്നു. നമ്മൾ അവിടെ മില്ലുകാർ കൊള്ളി ഇങ്ങനെ വലിയ ചാക്കിനകത്ത് വരുത്തിച്ച് അതിങ്ങനെ അവിടെ ഞങ്ങളൊക്കെ ഫ്രെയിമിൽ നിരത്തിയിട്ട് ഇങ്ങനെ മരുന്നൊക്കെ മുക്കിയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു തീപ്പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിങ്ങനെ മരുന്നെല്ലാം മുക്കി ഉണങ്ങിയിട്ട് ഇതാക്കി കഴിഞ്ഞ് പിന്നെ തീപ്പെട്ടിയുടെ കൂടും സംഭവമെല്ലാം ഞങ്ങളവിടെ ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കൊള്ളി തൊട്ട് തീപ്പെട്ടി വരെ ഫുള്ളുണ്ടാക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നതും നമ്മളിപ്പോൾ കാണുന്നതും. പിന്നെ അതിനകത്ത് ഈ തീപ്പെട്ടി കൊള്ളിക്ക് വേണ്ടി പ്രത്യേകം എടുക്കുന്ന ഒരു മരം എന്നാന്ന് ചോദിച്ചാൽ ഈ പൊങ്ങല്യം എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ആ മരമാണ്. അതിന് തീരെ കട്ടി കുറവാണല്ലോ, ആ മരത്തിൻ്റെ കാതലൊക്കെ കുറവുള്ള തീപ്പെട്ടി കൊള്ളിക്ക് ഉപയോഗിക്കുന്നത് ആ ഒരു മരമാണ്. പിന്നെ വേറെ മരങ്ങൾ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു മരമായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ പൊങ്ങല്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടി വയ്ക്കുക, കൊള്ളി കമ്പനിക്കാർക്ക് കൊടുക്കാനായിട്ടൊക്കെ അവർ വിൽക്കുമായിരുന്നു. അങ്ങനെ ആ സംഭവമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഇപ്പോൾ ഇവിടെ കൊള്ളിയൊക്കെ കൊള്ളിയെല്ലാം ഉണ്ടാക്കി തീപ്പെട്ടി ഫുള്ള് എല്ലാ സംഭവവും ഒന്നിച്ച് നടത്തുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നിയത്. അപ്പം അവിടെയാണ് ഈ സംഭവം മുഴുവൻ നടക്കുന്നത്. നമുക്ക് വീഡിയോയ്ക്കകത്തൂടെ കാണാം. കൊള്ളി ഇങ്ങനെ എടുക്കുന്നതും തീപ്പെട്ടിയാക്കുന്നതും അങ്ങനെയെല്ലാം അതിനകത്ത് ഒറ്റ ഫ്രെയിമിൽ വരുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇത് കാണാത്തവർക്ക് തീപ്പെട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ എടുത്തിടുന്നത്. അഭിപ്രായം എന്താണെങ്കിലും രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക,